ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ എന്ത് കാര്യവും വൺസ് യു സ്റ്റാർട്ട് ഇറ്റ്സ് ഹാഫ് ഡൺ. ഞാൻ എൻ്റെ എല്ലാ അറിയുന്ന ആൾക്കാരുടെ അടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്ന് മനസ്സിൽ വെച്ച് നടക്കണ, വർഷങ്ങളായിട്ട് വെച്ച് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ്, ഫസ്റ്റ് യു സ്റ്റാർട്ട്. അത് ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പകുതി കാര്യം കഴിഞ്ഞു. രണ്ടാമത്തത്, നമ്മൾ എന്ത് തുടങ്ങണം, എന്തെങ്കിലും തുടങ്ങരുത്, നമുക്ക് നല്ലൊരു വിഷൻ വേണം, കാഴ്ചപ്പാട് വേണം, അതിന് ഒരു സ്ട്രാറ്റജി വേണം. അത് വൺസ് നമ്മളിത് തുടങ്ങാന്നുള്ളൊരു പ്ലാനിങ് അല്ലെങ്കിൽ ആ ഒരു ഇത് തുടങ്ങിയാൽ തന്നെ പിന്നെ ഇതൊക്കെ ഇതിന്റെ വഴിയെ വന്നോളും. അതിനിഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ബട്ട് വൺസ് യു ഷുഡ് ഗെറ്റ് വെറ്റ്. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. പിന്നെ എല്ലാവരും പോണ അതേ സ്ട്രീമിൽ കഴിയണതും പോവാതിരിക്കുക. ഇപ്പൊ ഫാഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പൊ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന എന്താണ്, ആ അപ്പുറത്തൊരു ഷോപ്പുണ്ട്, ആ നല്ല ബിസിനസ് നടക്കണ്ട, എന്നാ അതേപോലെ തന്നെ ഞാനും കൂടെ തുടങ്ങാം എന്നുള്ളത് മാറ്റിയിട്ട് ഡ്രസ്സാണ് എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരിനെക്കാളും എനിക്ക് എന്ത് ഡിഫറൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിഫറൻറ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. അതിന് വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ ഹാളിലിരിക്കുന്ന ഈ ബ്രാൻഡുകൾ തന്നെ. ഈ 3 ബ്രാൻഡും ഇവരുടെ പ്രൊഡക്റ്റിന് 3 ബ്രാൻഡിന്റെ ഇതിനും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പോഴും മാർക്കറ്റിൽ ഞങ്ങളെ പോലത്തെ എല്ലാ ബയേഴ്സ് ഇവരുടെ സാധനം വാങ്ങിക്കുന്നതും എൻഡ് കസ്റ്റമേഴ്സ് ഇവരുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതും. അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരായ ആണോ പെണ്ണോ ആരായിക്കോട്ടെ, പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ആലോചന മാറ്റിയിട്ട് തുടങ്ങുമ്പോൾ എന്ത് ഡിഫറെന്റ് ആയിട്ട് തുടങ്ങും എന്നുള്ളത് നന്നായിട്ട് പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ട് തുടങ്ങുക. ഡെഫിനറ്റ്ലി സക്സസ് വിൽ ഫോളോ.